കഴിഞ്ഞ ഏപ്രിലിൽ മൂന്നാറിൽ വെച്ച വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പ്രാർത്ഥനാ കൺവെൻഷൻ നടത്തിയിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥനായോഗം നടത്തിയത്. വൈകുന്നേരം വരെ നീണ്ടുനിന്ന പ്രാർത്ഥനകളിൽ കുട്ടികളാണ് ഏറെയും പങ്കെടുത്തത്. ഇവിടെ വെച്ച രാജാക്കാട് സ്വദേശിയായ 14-കാരനെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു. ഇതോടെ ഭയന്നുപോയ കുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കൗൺസിലിംഗിന് വിധേയമാക്കി. തുടർന്നാണ് സംഭവം പുറത്തായത്. 6 മാസക്കാലമായി എന്തിനേയും ഭയത്തോടെയാണ് കുട്ടി കണ്ടിരുന്നത്. അന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് 14-കാരൻ വിവരിച്ചു. പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പാസ്റ്റർ സെബാസ്റ്റ്യനെ തൂത്തുക്കുടിയിൽ നിന്നും പിടികൂടി. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ സമാനമായ മറ്റു പരാതികളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാർത്ഥനാ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി രാജാക്കാട്ടിലുള്ള 14 വയസ്സുകാരന് പേടിയാണ്. എവിടെയെങ്കിലും ശുശ്രൂഷ, പ്രാർത്ഥനാ ശുശ്രൂഷ, പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനാ ശുശ്രൂഷ എന്നൊക്കെ എഴുതി കാണുന്നത് പോലും ഒരു 14 വയസ്സുകാരൻ്റെ മനസ്സിൽ ഇത്രയും പേടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടയിൽ അനുഭവിക്കേണ്ടി വന്ന മാനസിക വേദന എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന സംഭവമാണ്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പാസ്റ്റർ മൂന്നാർ വെച്ചിട്ടൊരു കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷനിൽ ഏപ്രിൽ മാസം അവധി മാസം ആയതുകൊണ്ട് തന്നെ, സ്കൂളുകൾക്കെല്ലാം അവധി ആയതുകൊണ്ട് തന്നെ ആ കൺവെൻഷനിൽ പങ്കെടുത്തതിൽ ഭൂരിഭാഗവും സ്കൂൾ വിദ്യാർത്ഥികളാണ്. ആ കൺവെൻഷനിലാണ് 14 വയസ്സുള്ള മൂന്നാർ രാജാക്കാട് സ്വദേശി, ഇടുക്കി രാജാക്കാട് സ്വദേശിയായ ആ കുട്ടിയും പങ്കെടുത്തത്. കൺവെൻഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഈ 14 വയസ്സുകാരനെ പാസ്റ്റർ ഒരു മുറിയിലേക്ക് വിളിച്ചു. മുറിയിൽ വെച്ചിട്ട് ആ കുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ലൈംഗിക ഉപദ്രവത്തിന് വിധേയമായിട്ടുള്ള ആ കുട്ടി മാനസികമായിട്ട് ആകെ തകരാറിലായി. പിന്നീട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കുട്ടി മാനസിക വിഭ്രാന്തിയൊക്കെ പല രീതിയിൽ കാണിക്കുന്നു. മൊത്തത്തിൽ ആൾ തന്നെ മാറി ഒരു ഡെസ്പായ രീതിയിലേക്ക് ആൾ പോയതോടുകൂടി വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി. അങ്ങനെ വീട്ടുകാർ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി. വളരെ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കൗൺസിലിങ്ങിന് വിധേയമാക്കി. ആദ്യമൊന്നും വീട്ടുകാർക്ക് മനസ്സിലായില്ല എന്താണ് ഇവൻ്റെ പ്രശ്നം എന്നൊന്നും മനസ്സിലാവാതിരുന്നപ്പോൾ കൗൺസിലിങ്ങിന് വിധേയമാക്കി. കൗൺസിലിങ്ങിലാണ് കുട്ടി ഇങ്ങനെ അന്ന് പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടയിൽ പാസ്റ്റർ സെബാസ്റ്റ്യൻ മോശമായിട്ട് പെരുമാറി എന്നൊരു കാര്യം പറയുന്നത്. അവിടെ നിന്ന് അവർ നേരെ ചൈൽഡ് ലൈനിനെ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ ഈ വിവരം പോലീസിൽ പറഞ്ഞു. കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ചൈൽഡ് ലൈനും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അത് നൽകി. കുട്ടിയെ മെൻ്റലി ഒന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കേസെടുത്ത് അന്വേഷണം നടത്തി. കുറച്ച് നാളുകൾക്ക് ശേഷം അന്വേഷണത്തിൽ തൂത്തുക്കുടിയിൽ വെച്ചിട്ട് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പാസ്റ്ററെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പറയുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഭക്തിയൊക്കെ ഉണ്ടാകുന്നതൊക്കെ നല്ലതൊക്കെ തന്നെ. ഭക്തിയുടെ പേരിൽ കുട്ടികളെയൊക്കെ, ഇതിപ്പോൾ ചെറിയ കുട്ടി, ആൺകുട്ടി, പെൺകുട്ടി എന്നൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. ആണായാലും പെണ്ണായാലും ഒക്കെ എത്ര വയസ്സായാലും, ഇപ്പോൾ 3 വയസ്സുള്ളതും 3 മാസമുള്ള കുട്ടി മുതൽ ഇപ്പോൾ 14-18 വയസ്സുള്ള കുട്ടികളെ വരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന 50-60 ഒക്കെ വയസ്സുള്ള ആൾക്കാരുള്ള നാടാണിത്. ഇന്നിപ്പോൾ ഈ പാസ്റ്ററുടെ ഒരു കേസ് പറയുമ്പോൾ തന്നെ വേറൊരു ആൾ 62 വയസ്സുള്ള ആൾ 16-കാരനെ പിടിപ്പിച്ചിട്ട് അകത്ത് പോയൊരു കേസ് കൂടെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ചുറ്റും ഇങ്ങനെയാണ് ഈ ലോകം, ഇന്നത്തെ കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അവിടെ ആണ്, പെണ്ണ്, വയസ്സ്, പ്രായം ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയാണ്, ഭക്തിമാർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി വിട്ടിട്ട് നമ്മൾ മാതാപിതാക്കൾ അല്ലെ രക്ഷിതാക്കൾ നമ്മുടെ വഴിക്ക് പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ആ കുട്ടി അവിടെ സുരക്ഷിതമാണോ എന്ന കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അവിടെ അല്ല, എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാലും സ്കൂളിൽ നിന്നാണെങ്കിൽ പോലും കുട്ടി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ കുട്ടിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കി, ഇതുപോലുള്ള കൗൺസിലിങ്ങിനൊക്കെ വിട്ട് കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കാണാനുള്ള നടപടികൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ആർക്കും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ കാലം വളരെ മോശമാണ്. ആണ് പെണ്ണ് പ്രായമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ മക്കളെ വളരെ നല്ല രീതിയിൽ നോക്കുക, സുരക്ഷിതമായിട്ട് അവർ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇന്നൊരു പാസ്റ്റർ ആണെങ്കിൽ നാളെ ഒരു മൊയിലാർ, മറ്റന്നാൾ വേറെ ഒരാൾ, അത്രയേ ഉള്ളൂ.